മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സമ്പത്ത്, ആ സമ്പത്ത് ഏറ്റവും മികച്ച രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിവുള്ള പ്രാപ്തരായിട്ടുള്ള കുറച്ച് ആളുകളെ അല്ലെങ്കിൽ ഒരു കമ്പനിയെ, ഒരു സ്ഥാപനത്തെ ഞാൻ ഏൽപ്പിക്കുന്നു. ആ സ്ഥാപനം ഏറ്റവും മികച്ചതായിട്ട് അവർക്ക് തോന്നുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലോ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലോ അവർ ആ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്ത സമ്പത്ത് സ്വാഭാവികമായിട്ടും അവർ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തോളും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം, ആ ലാഭം പിന്നെ ആ മാനേജ് ചെയ്യുന്ന സ്ഥാപനം അവരുടെ ചെറിയൊരു കമ്മീഷൻ എടുത്തിട്ട് ബാക്കി വരുന്ന പൈസ എനിക്ക് തിരിച്ചു തരുന്നു. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രവർത്തനം. ടെക്നിക്കലി ഫണ്ട് മാനേജേഴ്സ്, സ്ഥാപനങ്ങൾ, കമ്പനികളൊക്കെ വേണമെങ്കിൽ പറയാം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കണേ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മ്യൂച്വൽ ഫണ്ടിൽ ഒരു സ്ഥാപനത്തിന്, ഒരു ഫണ്ട് മാനേജർക്ക്, ഒരു സ്ഥാപനത്തിന് നമ്മൾ കുറച്ച് ഫണ്ട് കൊടുത്താൽ ഇവർ സാധാരണ രീതിയിൽ 3 രീതിയിലുള്ള സ്ഥലങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ഇവർ കമ്പനികളുടെ ഓഹരികൾ വാങ്ങും. കമ്പനികളുടെ ഓഹരി വാങ്ങുമ്പോൾ ആ കമ്പനികളുടെ ഓഹരികൾ, അതായത് ഷെയറുകൾ വാങ്ങുന്നു. ഈ ഷെയറുകളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ആ ഓഹരികൾ ഇവരങ്ങനെ മാനേജ് ചെയ്യുന്നു. ഏറ്റവും നല്ല ഓഹരികൾ നോക്കിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഓഹരികളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഓഹരികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓഹരികൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നു, അല്ലെങ്കിൽ താഴ്ച ഉണ്ടാകുന്നു. ലോങ് ടൈമിൽ അതിന് ഉയർച്ച ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും മ്യൂച്വൽ ഫണ്ടിന് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു. ഇതാണ് ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്യൂർലി കമ്പനിയുടെ ഗ്രോത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. രണ്ടാമത്തൊരു രീതി എന്ന് പറയുന്നത് ഡെപ്റ്റ് ഫണ്ടുകളിൽ, അതായത് കടപത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കടപത്രങ്ങളിലാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ എന്താ ചെയ്യുന്നത്? ഇവർ ഗവൺമെൻറ്റുകൾക്ക്, അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് പിന്നെ ബോണ്ടുകൾ, അല്ലെങ്കിൽ ലോണുകൾ, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു പ്രത്യേക പ്രൊജക്റ്റിന് വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ അതിനൊരു ഒരു ഫിക്സഡ് എമൗണ്ട് റിട്ടേൺ ആയിട്ട് ഈ പറഞ്ഞ ആളുകൾ പലിശയായിട്ട് 10%, 5%, ഒരു പെർസെൻറ്റേജ് തിരിച്ച് അവർ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന പൈസയാണ് ഈ കടപത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ ലാഭം എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഈ വാങ്ങുന്ന പൈസ, കുറച്ച് പൈസ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാനും കുറച്ച് പൈസ കടപത്രങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത്.